എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 1994 ഒക്ടോബർ മാസം മുതൽ 2024 സെപ്റ്റംബർ മാസം വരെ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കാൻ സാധിക്കാത്തവർക്കായിട്ട് ഒരു സ്പെഷ്യൽ പുതുക്കൽ എംപ്ലോയ്മെന്റ് അവസരം നൽകിയിട്ടുണ്ട്. അതും ഈ മാസം 2025 ഏപ്രിൽ 30 വരെയാണ് അതിനുള്ള അവസരം നൽകിയിട്ടുള്ളത്. ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് എങ്ങനെ സ്പെഷ്യൽ റിന്യൂവൽ ചെയ്യാമെന്നുള്ളത് കണ്ടു നോക്കാം. ഈ ഒരു ഏപ്രിൽ മാസം വരെ മാത്രമാണ് ഈ സ്പെഷ്യൽ പുതുക്കലിന് അനുമതിയുള്ളൂ. എങ്ങനെ ഈ സ്പെഷ്യൽ റിന്യൂവൽ ചെയ്യാമെന്നുള്ളത് വീഡിയോയിലൂടെ കണ്ടു നോക്കാം. ഗൂഗിൾ ക്രോം എടുത്തിട്ട് employment.kerala.gov.in എന്ന് സെർച്ച് ചെയ്യുക. ഈ ഒരു ഹോം പേജിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഈ വെബ്സൈറ്റിൻ്റെ താഴെ ഭാഗത്തായിട്ട് സ്പെഷ്യൽ പ്രത്യേക പുതുക്കൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. താഴെ ജോബ് സീക്കർ സ്പെഷ്യൽ റിന്യൂവൽ എന്നുള്ളിടത്ത് ഡിസ്ട്രിക്റ്റ്, എക്സ്ചേഞ്ച്, ലോക്കൽ ബോഡി, വാർഡ് അങ്ങനെ ഓരോന്ന് ചോദിക്കുന്നുണ്ട്. അതിനപ്രകാരം കറക്റ്റായി കൊടുക്കുക. രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇയറിൻ്റെ കൂടെ ചില രജിസ്ട്രേഷൻ നമ്പറിൽ W എന്ന ലെറ്ററും കാണും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് കൊടുക്കാം. എക്സാമ്പിളിന് 19, ഇപ്പം മലപ്പുറം ജില്ലയാണെങ്കിൽ 19 ഫസ്റ്റ് വരിക. 19 പിന്നെ നമ്മുടെ ഡേറ്റ് 08/ ഏതാണോ രജിസ്ട്രേഷൻ നമ്പർ ആ ഒരു നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം വ്യക്തമായിട്ട് തന്നെ. നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തന്നെ അത് ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് തന്നെ നമ്മളത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചും രജിസ്ട്രേഷൻ നമ്പറും എല്ലാം കറക്റ്റായിട്ട് വ്യക്തതയോടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എംപ്ലോയ്മെൻറ്റ് കാർഡിലുള്ള പോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ അന്ന് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ നമ്മൾ അതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയായിട്ടൊരു ക്യാപ്ചയുണ്ട്. അതിലുള്ളത് പോലെ തന്നെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം ഗെറ്റ് ഡീറ്റെയിൽസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ എൻ്റർ ചെയ്ത പ്രകാരം നമ്മളെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണുന്നതാണ്. താഴെ കാണിച്ച പേരും അഡ്രസ്സും എല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കിയതിന് ശേഷം താഴെ ഒരു സ്പെഷ്യൽ റിന്യൂവൽ എന്നുള്ള ഒരു നീല ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഡയലോഗ് ബോക്സ് കാണുന്നതാണ്. ക്യാൻസൽ ഓർ ഓക്കെ, അതിൽ ഓക്കെ കൊടുത്ത് പ്രസ് ചെയ്യുക. അപ്പോൾ തന്നെ സക്സസ്ഫുള്ളി കൺഫേംഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫയലെല്ലാം ഇവിടെ സബ്മിറ്റ് ആയിട്ടുണ്ടായിരിക്കും. റിന്യൂവലിന് വേണ്ടിയിട്ട് നമ്മൾ റിന്യൂ ചെയ്തിട്ടുള്ള നമ്മുടെ ID കാർഡും അതുപോലെ തന്നെ നമ്മൾ റിന്യൂ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ PDF ഫയലായിട്ട് 2 രൂപത്തിൽ കാണാവുന്നതാണ്. ഇത് നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടും അല്ലെങ്കിൽ PDF ആയിട്ടും സൂക്ഷിക്കാവുന്നതാണ്. സ്പെഷ്യൽ റിന്യൂവൽ ചെയ്ത ഡേറ്റും അതുപോലെ ഇനി എന്നാണ് റിന്യൂവൽ ചെയ്യേണ്ട ഡേറ്റും ഇതിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുപോലെ റെഡ് കളറിൽ ഇവിടെ സ്പെഷ്യൽ റിന്യൂവൽ എന്നുള്ളത് കാണിച്ചിട്ടുണ്ടായിരിക്കും. ഈ ഒരു വീഡിയോ നമുക്ക് വളരെ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്ത് സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റിൻ്റെ തന്നെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോക്കിയാൽ ഉത്തരം കിട്ടുന്നതുമാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.